ഹലോ മച്ചാമാരെ, എല്ലാവർക്കും മല്ലൂർ റേക്കബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഒരു ബ്രഹ്മാണ്ഡ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, സ്ട്രേഞ്ചർ തിങ്സ്. അതിൻ്റെ സീസൺ 5 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എപ്പിസോഡ് 1 ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. അപ്പം എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് നേരത്തെ വീട്ടിലേക്ക് പോയാലോ. വെൽക്കം ബാക്ക് ടു മല്ലൂർ റേക്കാബ്. November 12, 1983 അപ്സൈഡ് വേൾഡിലെ കാട്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വില്ല് കടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എന്താ പന്ത് കേട് നോക്കിയപ്പോൾ നമ്മുടെ വെഗ്നയുടെ ആളായിട്ട് ഡെമോഗോർഗൺ വന്നിട്ടുണ്ട്. ഡെമോഗോർഗണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വില്ല് പരക്കം പാച്ചിൽ ഓട്ടമാണ്. വില്ല് ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മരത്തിന് മുന്നോട്ട് വലിഞ്ഞു കയറുന്നു. എന്നാലും ഡെമോഗോർഗൺ അത് കാണുകയും വില്ലിൻ്റെ പുറകെ കൂടെ കയറുകയും ചെയ്യുന്നു. അവിടെ വെച്ചൊരു കിടുക്കാച്ച സീനുണ്ട് ഗൈസ്. അതൊക്കെ നമ്മളൊന്ന് വിഷ്വലായിട്ട് കാണുക തന്നെ ചെയ്യണം. എന്നാലും അവസാനം ഡെമോഗോർഗൺ നമ്മുടെ ചെറുപ്പത്തിലുള്ള വില്ലിനെയാണ് കൊണ്ടുവന്നത് കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലുള്ള വില്ലിനെ വെഗ്നയുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെഗ്ന വില്ലിനെ എടുത്ത് എന്തോ വള്ളിയൊക്കെ വെച്ച് പിടിച്ച് പൊക്കി വില്ലിൻ്റെ വായിലോട്ട് എന്തൊക്കെയോ കൊടുക്കുകയാണ് ഗൈസ്. എന്തോ ഒരു ദ്രാവകം പോലത്തെ എന്തോ സാധനമാണ് ഗൈസ്. അപ്പം ഗൈസ്, അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഹോളിനെയാണ്. ഹോളി എന്ന് പറയുന്നത് നമ്മുടെ നാൻസിയുടെ സിസ്റ്ററാണ്. പിന്നെ നമ്മുടെ വില്ലിനെയും നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സായ വില്ല്, മൈക്ക്, ജോനതാൻ എല്ലാവരെയും നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും സൈക്കിൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ റോക്ക് സ്റ്റാറായ നാൻസിയും പിന്നെ സ്റ്റീവും കൂടെ മറ്റേ ആർജൻ നടത്തുന്ന സാധനമാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ പല വിഷ്വൽസ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മാറി കാണിക്കുന്നുണ്ട്. നമ്മുടെ സോൾജിയേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടെ നമ്മുടെ വെഗ്നയുടെ അപ്സൈഡ് വേൾഡ് ഡൗണിൻ്റെ കുറേ സീൻസ് നമ്മളെ കാണിക്കുന്നുണ്ട്. പെട്ടെന്നെന്തോ അവരുടെ സിഗ്നലിനെന്തോ നമ്മുടെ സ്റ്റീവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിഗ്നലിന് എന്തോ കേട് വന്ന സമയത്ത് എന്തോ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്കൊന്നും മനസ്സിലാത്തതുകൊണ്ട് നമ്മുടെ ഫാനായ നമ്മുടെ ഡെസ്റ്റിനെ വിളിക്കുകയാണ്. എന്തായാലും നമുക്ക് ഡെസ്റ്റിനോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവർ വിളിച്ചപ്പോൾ ഡെസ്റ്റിന് ഒരു തേങ്ങയും മനസ്സിലാകുന്നില്ല. ഡെസ്റ്റിന് എന്തൊക്കെയോ പറയുന്നു, അവരെന്തൊക്കെയോ പറയുന്നു. നമുക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും നമുക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡെസ്റ്റ് കയറിപ്പോൾ നമുക്ക് ഡെസ്റ്റിൻ്റെ അകത്തേൽ നമ്മുടെ ടീഷർട്ടിൽ റെഡ് ഫയർ എന്ന് പറയുന്ന ഒരു ലോഗോ കാണാൻ പറ്റും. അത് കാരണം എന്തോ കുറേ വാളിപ്പിള്ളേർ വന്ന് ഡെസ്റ്റിനെ ചൊറിയാൻ വരുവാണ്. അപ്പോൾ ഈ ഡെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പാവമായം കൊണ്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മൈക്കും വില്ലും ലൂക്കാസൊക്കെ വന്ന ഡെസ്റ്റിനെ തൽക്കാലം രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ഡെസ്റ്റിനോട് ചോദിക്കണം, എന്തിനാണ് നീ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, എന്തിനാണ് അവരോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഡെസ്റ്റ് ഒന്നും പറയുന്നില്ല. ഇതൊക്കെ വെറുതെ ഈ ഫയർ ക്ലബിന് പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കുകയാണ്. അത് ഈ നമുക്കൊരു ഷോർട്ട് വ്യൂ ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള നമ്മുടെ ഇലവനെ ആരെ പിടിക്കാൻ വരുന്നവരെ നമുക്ക് തോന്നുന്നു. ഈ സോൾജിയേഴ്സ് ഉണ്ടായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ അവർ സോൾജിയേഴ്സ് ഇലവനെ വെടിവെച്ച് വീഴ്ച്ചിരുന്നു. അപ്പം തിരിച്ച് നോക്കുമ്പോൾ അത് ഇലവൻ അല്ല ഗൈസ്. അപ്പോൾ ഇലവൻ വരുന്ന വേറൊരു സ്ഥലത്ത് അപ്സൈഡ് വേൾഡ് വെഗ്നയെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസും അത് ഹൂപ്പർ വാച്ച് ചെയ്യുകയും അങ്ങനത്തെ കുറേ സീൻസാണ് അടുത്തായിട്ട് നമ്മളെ കാണിക്കുന്നത്. സോ അടുത്ത് നമ്മൾ മറീനെയാണ് കാണിക്കുന്നത്. മറി കുറേ സാധനങ്ങളായിട്ട് നമുക്ക് നാൻസിക്ക് നമ്മുടെ ഇലവനൊക്കെ ആവശ്യമുള്ള കുറേ അപ്സൈഡ് വേൾഡ് പോകാൻ വേണ്ടി കുറേ സാധനങ്ങളായിട്ട് വരികയാണ്. സോൾജിയേഴ്സ് അപ്പോൾ അവനെ ബ്ലോക്ക് ചെയ്യുന്നു. കാരണം ഇപ്പം സുരക്ഷയായിട്ട് അവിടെ സോൾജിയേഴ്സൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് മറി എന്തൊക്കെയൊക്കെ പറഞ്ഞ് സോൾജിയേഴ്സിനെ കൺഫേം ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാൻസിയും നമ്മുടെ സ്റ്റീവും ജോൺദാനൊക്കെ ഈ സിഗ്നൽ എങ്ങനെ പോകുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തോ ഫയലിലൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ടവറിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ടവറിൽ എന്തോ പ്രശ്നം നോക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റീവും ജോൺദാനും പെട്ടെന്ന് ടവറിന് മുകളിലോട്ട് കയറുന്ന ഒരു റേസാണ് കാണിക്കുന്നത്. അറിയാലോ, രണ്ടുപേരും നാൻസിയുടെ പുറകെയാണ് നടക്കുന്നത്. സോ അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നേരത്തിന് മേലെ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് കുറേ ക്ലൂ കൊടുക്കുന്നുണ്ട്. അടുത്ത അപ്സൈഡ് വേൾഡ് ഡൗൺ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കുറേ ക്ലൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സീൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഡെസ്റ്റിന് ഒരു ലാബിലേക്ക് പോകുന്ന അവിടെ ഒരു പാമ്പിനെ നോക്കുന്നതൊക്കെ നമ്മൾ ഈ സീനോട്ട് കാണിക്കുന്നുണ്ട്. ഗൈസ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് നമുക്ക് അടുത്ത സീനിലേക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ പിന്നെ നാൻസിനെ അറിയാമല്ലോ, നാൻസിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ഈ RJ വഴി സോൾജിയേഴ്സ് ഈ FM കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സോൾജിയേഴ്സ് കേൾക്കാതെ നമ്മുടെ ഹൂപ്പറിനും നമ്മുടെ വില്ലും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. ഈ RJ വഴി പല റേഡിയോ കാര്യങ്ങൾ പറഞ്ഞ് ഇൻ്റെ സ്ഥലത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പൊട്ടന്മാരായ സോൾജിയേഴ്സിന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബുദ്ധിമാന്മാരായ ഹൂപ്പറും വില്ലും മൈക്കും ഒക്കെ ചേർന്ന് ആ കോഡ് ഡീകോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ കോമഡി സീൻസ് ഒക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിനൊക്കെ എന്തോ ഡൗട്ട് അടിക്കുന്നു, എന്തിനാണ് ഡെസ്റ്റിനി ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ അവരൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിയും വരുന്നതാണ് ഡെസ്റ്റിനെ കുറേ
എക്സ്പ്രഷൻസും അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് ഇത്രയും തള്ളുകാരായിട്ട് നാൻസി അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നതും അവർ കുറേ കാര്യങ്ങളൊക്കെ പറയും. നാൻസി മുന്നിൽ പോയി കുറേ നമ്മളിങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറേ തള്ളുന്നതും അതൊക്കെ സ്റ്റീവ് കേട്ടോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഗൈസ്. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലൂക്കാസും മൈക്കും ഡസ്റ്റിനും എല്ലാം കൂടെ കാട്ടിലോട്ട് പോവുകയും പെട്ടെന്ന് വില്ലിൻ്റെ തല കറങ്ങുകയും വില്ല് വീരാൻ പോകുമ്പോൾ എല്ലാവരും വന്ന് പിടിക്കുകയും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് വില്ല് പറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല പല സീൻസ് കാണിക്കുന്നു. നമ്മുടെ ഹോളീനെ ആരാ കാണാൻ വരുന്ന ഹോളി ഈ കറങ്ങുന്ന സ്ഥാനത്തായിരുന്നു കറങ്ങുന്നതും ഒക്കെ നമ്മളെ കാണിക്കുന്നു. ഇതുമായിട്ട് എന്താ ബന്ധം നമ്മൾ പിന്നെ പറയുന്നതാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഹോളി പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ ബാക്കിയുള്ളവരെ അകത്ത് വിളിച്ചപ്പോൾ ഹോളിയെ കാണാത്തുണ്ട്. ഹോളിയെ പോയി നോക്കുമ്പോൾ ഹോളി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൂക്കറും മില്ലോണും എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ കൂടെ വന്ന് വീട്ടിലേക്ക് കയറുകയാണ്. അന്ന് ഹൂപ്പർ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് അവിടെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇലവൻ വന്ന് ചോദിക്കുന്നത് ഇലവനെ എന്നാ കൊണ്ടുപോകാത്തതെന്ന്. അപ്പോൾ നമ്മൾ ഹൂപ്പർ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും എങ്ങനെയോ ഹൂപ്പർ അവർ സമ്മതിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത സീനിൽ നമ്മുടെ ഡോക്ടർ റോയുടെ അടുത്തേക്ക് മറ്റേ സോൾജിയേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇലവനെ പിടിക്കാൻ പോയിട്ട് ചമ്മിപ്പോയ സോൾജിയേഴ്സ്. അപ്പോൾ നമ്മൾ ഡോക്ടർ റോയ് പറയുന്നത് ഇലവനെ കൊണ്ടല്ല ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ അവരെ അധിക്ഷേപിച്ച് വിടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കുറേ പിള്ളേർ പോയി നമ്മുടെ രാവിലെ ഡസ്റ്റിന് പണി കൊടുത്ത കുറേ പിള്ളേരില്ല അവർ പോയി കബോർഡ് തുറന്നപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ട് അവർ പേടിച്ച് വീഴുന്നത്. നമ്മുടെ ഡസ്റ്റിന് കൊടുത്ത പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഡസ്റ്റിന് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുഖം കാണിച്ചുകൊണ്ട് മാറ്റും. അടുത്ത സീന് ഹോളി നോക്കിക്കുന്ന മൈക്ക് ഹോളിനെ കാണാത്തതുകൊണ്ട് അകത്ത് കയറി നോക്കുമ്പോൾ ഹോളി അവിടെ പോയി ഇരിക്കുന്നതും ടീച്ചർ ഹോളിനെ പറ്റി കുറ്റങ്ങൾ പറയുന്നതും കേൾക്കുന്നു. അപ്പോൾ ഹോളിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഹോളി കാര്യം പറയുന്നു. അപ്പോൾ മൈക്കിന് മനസ്സിലായി. അപ്പോൾ മൈക്ക് ഒരു ബാഗിൽ നിന്നൊരു ടോയ് എടുത്ത് ഹോളിയുടെ കൊടുത്തിട്ട് പറയുന്നു, നിനക്ക് ഞാൻ നേരത്തെ തരാമെന്ന് വെച്ചിരുന്നതാണ്, ഇത് നിൻ്റെ കൂടെ ഇരുന്നോണം. എന്നിട്ടൊരു സ്റ്റോറി പറയുന്നു. നമ്മുടെ പഴയ ഏഞ്ചൽസിൻ്റെ കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹോളിനെ നോക്കിയാക്കി എടുക്കുന്നു. നമുക്ക് അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കാരണം മാത്സിൻ്റെ അടുത്ത് ലൂക്കാസും വില്ലു ഇരിക്കുന്നതായിട്ട് കാണുന്നു. ലൂക്കാസ് മാത്സിനോട് കുറേ കാര്യങ്ങൾ പറയുന്നത്, എന്നാലും മാത്സിനൊന്നും കേൾക്കാൻ കഴിയുന്നത് കാരണം മാത്സ് ഇപ്പം കോമയിലാണ്. വില്ല് നാൻസിയെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പം നാൻസിയുടെ ഗേൾഫ്രണ്ടായിട്ട് വിക്കിയും ഒരു റൊമാൻസ് ചെയ്യുന്ന കാണുന്നു. ഇത് കാണുന്ന വില്ല് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പെട്ടെന്ന് ആരും അവിടെ ഉള്ളതുപോലെ തോന്നി നാൻസി പെട്ടെന്ന് പോയി നോക്കുമ്പോൾ വില്ല് ഓടി പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അടുത്ത സീൻ നമ്മുടെ ഡെസ്റ്റിനാണ് കാണിക്കുന്നത്. ഡെസ്റ്റി നമ്മുടെ എഡ്വേർഡിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം നമ്മുടെ മറ്റേ രാവിലെ ഡെസ്റ്റിന് പണി കൊടുത്ത വാളി പിള്ളേരില്ലേ, അപ്പോൾ അവർ വന്ന് ഡെസ്റ്റിനെ ആക്രമിക്കുകയാണ്. ഡെസ്റ്റിൻ പരമാവധി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് ലൂക്കാസ് ഡെസ്റ്റിനെ കോൾ ചെയ്യാൻ നോക്കുകയാണ്. എന്നാലും അവർക്കത് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് ഇലവനും ഹോപ്പറും ജോയിസൊക്കെ തിരിച്ച് നമ്മുടെ മൈക്കിൻ്റെ അടുത്തേക്ക് വരികയാണ്. പിന്നെ അവർ തമ്മിൽ സംസാരിക്കുന്ന അവരുടെ ഈ നമ്മുടെ പ്ലാൻസും അവർ കണ്ടുപിടിച്ച ഡീകോഡിംഗ് ഒക്കെ വെച്ച് കോഡൊക്കെ വെച്ച് എങ്ങനെ അപ്സൈഡ് വേൾഡ് ഡൗൺ കണ്ടുപിടിക്കാമെന്നൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡസ്റ്റിന് ഓക്കെ ആയിരിക്കത്തേ ഇല്ല എന്ന് ഇവൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് ഈ വീട്ടിലോട്ട് കാണാൻ പറ്റും. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റീവ് നമ്മുടെ സിഗ്നൽ കണ്ടുപിടിക്കുക, അപ്സൈഡ് വേൾഡ് ഡൗണിൻ്റെ സിഗ്നൽ കണ്ടുപിടിക്കുന്നത് ആൻറ്റീനിയുള്ള വണ്ടിയിലേക്ക് കയറുകയാണ്. സ്റ്റീവിന് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജോൺതാനും കൂടെ അവരുടെ കൂടെ കയറുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മൈക്കിൽ ലൂക്കാസ് അവരുടെ പുറകെ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് ഗൈസ്. അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഹൂപ്പർ അണ്ടർഗ്രൗണ്ട് വരെ അങ്ങോട്ട് പോകുന്നതായിട്ടാണ്. ഈ ഹൂപ്പർ എങ്ങനെയാണ് ഇത്രയും വലിയ അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത ഗൈസ് ആദ്യം തന്നെ. അടുത്ത സീൻ നമ്മൾ ഹോളിയുടെ വീട്ടിലാണ് കാണിക്കുന്നത് ഗൈസ്. ഹോളി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹോളിയുടെ അച്ഛനും അമ്മയും രാവിലത്തെ ടീച്ചർ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ മെൻ്റൽ കേസ് ഹോളിക്ക് എന്താ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം അത് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ഹോളി അവിടെ കിടന്ന് കരയുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സോൾജേഴ്സ് എല്ലാം അപ്സൈഡ് വേൾഡ് ഡൗണിന് മുന്നിൽ എന്തോ ഒരു തീയൊക്കെ ഇട്ട് കത്തിച്ച അതിൻ്റെ അകത്തോട്ട് പോകാനുള്ള പ്ലാനിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹൂപ്പർ വന്ന് അവിടുത്തെ ഒരു കബോർഡിൽ വന്ന് ഇറങ്ങുന്നു ഗൈസ്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഗൈസ്, എങ്ങനെയാണ് ഹൂപ്പർ വന്ന് ഇങ്ങനെ തുടങ്ങി. ഇത്രയും പട്ടാൾക്കാരുണ്ടായിട്ട് ഈ പട്ടാൾക്കാർക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്ന്. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഗൈസ്. അപ്പം നമ്മുടെ മുകളിൽ നമ്മുടെ ലൂക്കാസൊക്കെ കോൺടാക്റ്റ് കൊടുക്കുകയാണ്. ലൂക്കാസും മൈക്കും എല്ലാവരും അവിടെയുണ്ട്. അവർ പറയുകയാണ് ഇത്ര സമയം അനുസരിച്ച് ഇങ്ങനെ കയറുക. അപ്പം അവസാനം അവർ ഈ അപ്സൈഡ് വേൾഡ് ഡൗണിലോട്ട് സോൾജേഴ്സ് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഹൂപ്പർ അതിനകത്ത് വന്ന് ചാടി കയറുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഹൂപ്പറിൻ്റെ ഒരു വോക്കി ടോക്കി ഉണ്ട്. അതായിട്ട് നമ്മുടെ സ്റ്റീവായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജോയ്സായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ അവർ കറക്റ്റായിട്ട് മനസ്സിലാകും. നമ്മുടെ സ്റ്റീവും ജോണെന്നൊക്കെ കൂടി നമ്മുടെ ആൻറ്റീനയുള്ള വണ്ടിയായിട്ട് പല സ്ഥലത്തേക്ക് വിട്ട് അവരുടെ സിഗ്നൽ 19 വരുമ്പോഴാണ് ഗൈസ് നമ്മൾ ഈ അപ്സൈഡ് വേൾഡിൻ്റെ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ അവർ ആ റേഞ്ച് അനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സൈഡിൽ അപ്സൈഡ് വേൾഡ് ഡൗണിൽ കൂടെ പോകുന്ന സോൾജേഴ്സിൻ്റെ വണ്ടിയാണ് കാണിക്കുന്നത്. സോൾജേഴ്സിൻ്റെ വണ്ടിയിലോട്ട് പെട്ടെന്ന് എന്താ ഒന്ന് ആക്രമിക്കുന്നതും അതോടൊപ്പം തന്നെ വില്ലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വരുന്നതും ഡെമോഗോർഗണിൻ്റെ കണ്ണിക്കൂടെ എന്തൊക്കെയോ കാണുന്നതായിട്ട് വില്ലിന് തോന്നുന്നു. പെട്ടെന്ന് ഡെമോഗോർഗൺ വന്ന് സോൾജേഴ്സിനെ ആക്രമിക്കുന്നു. അതോടൊപ്പം ഹോക്കറിൻ്റെ വണ്ടി തട്ടി മറിക്കുകയും ചെയ്യുന്നു. ഹോക്കർ ഒരു സ്ഥലത്തേക്ക് പോയി വീഴുകയും ചെയ്യുന്നു. ഇത് കേട്ടത് എല്ലാവരും പേടിക്കുകയും ഹൂപ്പറിന് എന്തോ അപകടം വന്നെന്ന് വിചാരിക്കുക. ഹൂപ്പറായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഹൂപ്പർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരോട്ട് കോൺടാക്ട് ചെയ്ത് ഹൂപ്പർ ഓക്കെ എന്ന് പറയുന്നു. പെട്ടെന്ന് വില്ല് അവിടെ തല കറങ്ങി വീഴുന്നു. ഇത് കണ്ട് വില്ലിൻ്റെ അമ്മ ഓടി വന്ന് വില്ലിനെ എടുക്കുകയും ഹോളി ആപത്തിലാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട നാൻസിയും ഇലവനും റോബിനും കൂടെ ഹോളിയെ രക്ഷിക്കാൻ വേണ്ടി ഹോളിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്.
അടുത്ത സീൻ ഹോളിയുടെ റൂമിലാണ് കാണിക്കുന്നത്. ഹോള് കടക്കുമ്പോൾ ഹോളിയുടെ റൂമിലെ ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നു. പെട്ടെന്ന് ഹോളിയുടെ റൂമിലെ ചുമര് പൊട്ടിച്ചുകൊണ്ട് ഡെമോഗോർഗൺ വരുന്നു. ഇത് കണ്ട് കരയുന്ന ഹോളിയെ കാണിച്ചുകൊണ്ടാണ് ഗൈസ് ഈ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയുക, ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.